الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان، وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان، وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان، صلى الله عليه وآله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المسلمون، أوصيكم ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, ഈയൊരു സന്ദർഭത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഐശ്വര്യവും സന്തോഷവും എന്നെന്നും നിലനിൽക്കുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുള്ള ആരോഗ്യം ഒരിക്കലും ഭേദമാക്കാൻ കഴിയാത്ത രോഗത്തിലേക്ക് മാറില്ല എന്ന് നമുക്ക് എന്താണ് ഉറപ്പുള്ളത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇന്ന് നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുള്ള യുവത്വം, ചുറുചുറുപ്പ് നാളെ വാർദ്ധക്യത്തിലേക്ക് മാറില്ല എന്ന് എനിക്കും നിങ്ങൾക്കും എന്താണ് ഉറപ്പ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സമ്പന്നതയും ഐശ്വര്യവും നാളെ ദാരിദ്ര്യത്തിലേക്ക് വഴിമാറില്ല എന്ന് എനിക്കും നിങ്ങൾക്കും എന്താണ് ഉറപ്പിച്ച് പറയാൻ കഴിയുക? ഇന്ന് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള തൊലി നല്ല സുന്ദരമാണ്, മാർദ്ധവമാണ്, ലോലമാണ്. ആ തൊലികൾ നാളെ ചുക്കിച്ചുളിഞ്ഞ വികൃതമായ അവസ്ഥയിലേക്ക് മാറില്ല എന്ന് എന്താണ് എനിക്കും നിങ്ങൾക്കും ഉറപ്പുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. മനസ്സ് ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുമുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ അതേ ശക്തി ദുർബലമായി അവശതയിലേക്ക് വഴിമാറില്ല എന്ന് എനിക്കും നിങ്ങൾക്കും എന്താണ് സഹോദരങ്ങളെ ഉറപ്പുള്ളത്? അതുകൊണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ, അവശത അനുഭവിക്കുന്നവരെ, പ്രയാസം അനുഭവിക്കുന്നവരെ, വേദനയുടെ കണ്ണീരോടുകൂടി ജീവിക്കുന്നവരെ നമ്മിലേക്ക് ആശ്വാസമായി, സാന്ത്വനമായി, സമാധാനത്തിന്റെ വാക്കുകൾ നൽകിക്കൊണ്ട് നമ്മളിലേക്ക് ചേർത്തു പിടിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വഹദൈനാഹുൻ നജ്ദൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിഞ്ഞു നിൽക്കുന്ന രണ്ട് പാതകൾ മനുഷ്യരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഏതാണ് സഹോദരങ്ങളെ ആ പാതയിലേക്ക് കയറി ചെല്ലാനുള്ള മാർഗം? ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ. പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണെങ്കിൽ അവന്റെ പട്ടിണി മാറ്റിക്കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എങ്കിൽ അള്ളാഹു വിട്ടു തന്ന ആ തെളിഞ്ഞു നിൽക്കുന്ന പാതയിലേക്ക് സന്തോഷത്തോടെ കയറിപ്പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അനാഥനായ ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ ചേർത്ത് പിടിക്കാൻ, അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ, അവനെ ആദരിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കുമോ? എങ്കിൽ അള്ളാഹു നമ്മിലേക്ക് ഇട്ടുതന്ന ആ തെളിഞ്ഞ മാർഗത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കാൻ സാധിക്കും. ഔ മിസ്കീനൻ ദാ മത്റബ, അല്ലെങ്കിൽ കഠിന പ്രയാസം അനുഭവിക്കുന്ന സാധുവായ പാവപ്പെട്ടവനായ ഒരു മനുഷ്യനെ ചേർത്തു പിടിക്കാൻ, അവന്റെ ദുഃഖത്തിൽ, അവന്റെ ദുരിതത്തിൽ, അവന്റെ വേദനയിൽ പങ്കുചേരാൻ
അവൻ ആശ്വാസമേകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതന്ന ആ തെളിഞ്ഞ പാതയിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും സഹോദരങ്ങളെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉലൈക അസ്ഹാബുൽ മൈമന. ഇങ്ങനെ നമുക്ക് ചുറ്റുഭാഗമുള്ള അവശത അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മിലേക്ക് സ്നേഹത്തോടെ, സഹായത്തോടെ, സമാധാനത്തോടെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വലതുപക്ഷക്കാരുടെ സ്വഭാവമാണ്, ജീവിതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ അവശത അനുഭവിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, ഉള്ളുകൊണ്ട് കരയുന്നവരെ നമ്മിലേക്കൊന്ന് ചേർത്ത് പിടിച്ചാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. മനുഷ്യരെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ അവന്റെ ദുഃഖമകറ്റാൻ, അവന്റെ പ്രയാസം ദൂരീകരിക്കാൻ നിങ്ങൾ ഇടപെടുന്നുവെങ്കിൽ, നിങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ, ആ സഹായം ചെയ്തു കൊടുക്കുന്ന കാലം എത്രയും റഹ്മാനായ റബ്ബ് നിങ്ങളെയും സഹായിക്കുന്നതാണ് എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ചേർത്ത് പിടിക്കണമെന്നും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കണമെന്നും അവരുടെ പരാതികളും പരിഭവങ്ങളും പരിഹരിക്കണമെന്നും പറയാൻ കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതുരീറാ. മുഖം ചുളിച്ചു പോകുന്നതും പ്രയാസകരവുമായ പരലോകത്തിന്റെ ഒരു ദിവസം നമ്മിലേക്ക് വരാനുണ്ട്. ആ ദിവസം അല്ലാഹുവിൽ നിന്നും രക്ഷയും സമാധാനവും നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ആ ആഗ്രഹത്തിന്റെ കൂടെ ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം. ഇന്ന് നമ്മൾ അവശത അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന, ദുഃഖത്തിലായി ജീവിക്കുന്ന മനുഷ്യരെ ഒന്ന് ആശ്വാസത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും വേവലാതിയുണ്ട്, ആശങ്കകൾ അനുഭവിക്കേണ്ടി വരും, പ്രയാസങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളെ അള്ളാഹു മാറ്റിവെക്കുകയും അള്ളാഹുവിന്റെ സംരക്ഷണത്തിന്റെ കാരുണ്യം നമ്മിലേക്ക് ഇട്ടുതരികയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല, അള്ളാഹു പറയാ, വലഖാഹും നദ്റതൻ വസുറൂറാ. ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രസന്നത ഇട്ടുതരും, സന്തോഷം പ്രദാനം ചെയ്യും. ഏറ്റവും വലിയ ആഹ്ലാദത്തോടെ റബ്ബിന്റെ വജ്ഹിനെ കാണാനുള്ള സൗഭാഗ്യം ദുനിയാവിൽ അവശത അനുഭവിക്കുന്ന, പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, കരയുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ആളുകൾക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ മുസ്ലിമാണ്. സർവസ്വവും സർവലോക സൃഷ്ടാവായ റബ്ബിൽ എല്ലാം സമർപ്പിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സമർപ്പിതമായ ജീവിതം നയിക്കുന്ന മുസ്ലിം എങ്ങനെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ? മഥലൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം എന്ന് പറയുന്നത് മഥലൻ നഖ്ല എന്നാണ്. ഒരു ഈന്തപ്പനയെ പോലെ ആയിരിക്കണമെന്നാണ്. കാരണം മാ അഖദത മിൻഹാ മിൻ ഷൈഇൻ നഫഅക, തീർച്ചയായും അതിൽ നിന്ന് എല്ലാം ഉപകാരപ്രദമായത് മാത്രമേ മനുഷ്യർക്ക് നൽകുന്നുള്ളൂ ഈ ഈന്തപ്പന. അതുപോലെയാണ് ഒരു വിശ്വാസി. അവന് ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ആ വിശ്വാസി ഒരു സാന്ത്വനമാണ്, ഒരു ആശ്വാസമാണ്, ഒരു ധൈര്യമാണ്, ഒരു സഹായമാണ്, ഒരു അനുഭൂതിയാണ്, ഒരു സന്തോഷമാണ് അവൻ പ്രദാനം ചെയ്യുക എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് സാന്ത്വനമേകാൻ, ആശ്വാസം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ആ ആശ്വാസങ്ങൾ ഒരുപക്ഷെ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളിലൂടെയാകാം, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാകാം, അല്ലെങ്കിൽ മനസ്സാന്നിധ്യം കൊണ്ടുള്ള സമാധാനം നൽകിക്കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ അടുപ്പം കൊണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സാമ്പത്തികമായ ചെറിയ നന്മകൾ കൊണ്ടാകാം.
അവർക്ക് സാന്ത്വനമേകാൻ, ആശ്വാസമേകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നത്. അതുമല്ലെങ്കിൽ അവരെ സന്ദർശനം നടത്തിക്കൊണ്ടാകാം, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ റഹ്മാനായ റബ്ബിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കൊണ്ടുള്ള സഹായമാകാം. സഹോദരങ്ങളെ, ആ രൂപത്തിലെല്ലാം നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് സാന്ത്വനമേകാൻ, ആശ്വാസം നൽകാൻ, പ്രകാശമേകാൻ വിശ്വാസി എന്ന നിലക്ക്, മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ഏവർക്കും സാധ്യമാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിച്ചു എന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറം പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഞാനും നിങ്ങളും ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ അടയാളം എങ്ങനെയാണ് എനിക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ മുഖ്ലിസ് ലിറബ്ബിഹി കൽ മാശി അല റംലി ലാ തസ്മഉ ഖുതുവാതില്ല വലാകിൻ തറക ആതാരിഹി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇഖ്ലാസ്, നിഷ്കളങ്കമായ രീതിയിൽ ജീവിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് എന്നാണ്. എന്താണ് അതിന് അദ്ദേഹം പറയാൻ കാരണം? ആ മണലിലൂടെ നടക്കുമ്പോൾ ആ നടത്തത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുകയില്ല, പക്ഷേ അയാൾ നടന്ന കാൽപ്പാടുകൾ ആ മണലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളൊരു ആശ്വാസമായി, നമ്മുടെ ഒരു പ്രകാശമായി, നമ്മൾ ഒരു തെളിമയായി ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഞാനും നിങ്ങളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മണലിൽ എങ്ങനെയാണോ നമ്മുടെ കാൽപാദങ്ങൾ ശബ്ദം കേൾക്കാതെ ആ കാൽപാദങ്ങളുടെ അടയാളം പതിഞ്ഞത്, അതുപോലെയുള്ള ഒരു അടയാളം പാവപ്പെട്ടവരുടെ, അവശ്യരുടെ, പ്രയാസം അനുഭവിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ചാർത്തി വെക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു അടയാളപ്പെടുത്തൽ ഈ ദുനിയാവിൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞാൽ കലാലയങ്ങൾ തുറക്കുകയാണ്. എങ്ങനെ ബുക്ക് വാങ്ങും, എങ്ങനെ ബാഗ് വാങ്ങും, എങ്ങനെ കുട വാങ്ങും എന്ന് ആലോചിച്ച് ബേജാറായി ടെൻഷൻ അടിച്ച് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. അവരെ ചേർത്ത് പിടിക്കണ്ടേ, അവർക്ക് ആശ്വാസം നൽകണ്ടേ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, മഴക്കാലമാണ് പ്രിയപ്പെട്ടവരെ വരാനുള്ളത്. ചോർന്നൊലിക്കുന്ന വീടുകളുള്ള ആളുകളുണ്ട്, ഷെഡിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു അത്താണി ഒരുക്കി കൊടുക്കാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണ്ടേ? മഴക്കാലത്ത് ജോലിക്ക് പോകാൻ പ്രയാസമുള്ള നിത്യരോഗികളായ ആളുകളുണ്ട്. അവരുടെ രോഗത്തിന് ശമനമേകാൻ കഴിയുന്ന ഒരല്പം ആശ്വാസം എന്ന നിലക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനെങ്കിലും ചുറ്റും ജീവിക്കുന്ന വിശ്വാസികളായ നമുക്ക് സാധ്യമാകണ്ടേ? പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മിലേക്ക് ചേർത്ത് പിടിക്കാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുന്യാനിൻ യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ. വിശ്വാസികൾ പരസ്പരം ശക്തമായ ഒരു കെട്ടിടം പോലെയാണ് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറയാം, ആ കെട്ടിടത്തിലെ ഓരോ കല്ലുകളും എങ്ങനെയാണോ പരസ്പര പൂരകമായി ശക്തിയായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്, വിടവില്ലാതെ നിൽക്കുന്നത്, അതുപോലെയാണ് വിശ്വാസി എന്ന് മഹാനബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ഇടപെടാൻ, അവർക്ക് അത്താണിയാകാൻ, അവർക്ക് ആശ്വാസമേകാൻ നമുക്ക് സാധിക്കണ്ടേ? സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുഭാഗമുള്ള ആളുകൾ പല രീതിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് കഴിയുന്ന രീതിയിൽ അവർ ചേർത്ത് പിടിക്കാൻ, അവർക്കൊരു സാന്ത്വനമേകാൻ, അവരുടെ കണ്ണീര് തുടക്കാൻ നമ്മുടെ സന്മനസ്സുകൊണ്ട് കഴിയുമെങ്കിൽ, നമ്മൾ നൽകുന്ന ചെറിയൊരു ആശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ കഴിയണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ. എത്ര കാല സഹോദരങ്ങളെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുക? നമ്മുടെ തൊട്ടടുത്തല്ലേ മുണ്ടക്കൈയും ചൂരൽമലയൊക്കെ. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആ പ്രദേശത്ത് പോയി കണ്ണീരോടെ ആ പ്രദേശം കണ്ടിട്ടുണ്ട്, നിന്ന് കരഞ്ഞിട്ടുണ്ടല്ലേ? അല്ലേ? വിവാഹം ഉറപ്പിച്ച ആളുകൾ, പിറ്റേന്ന് വിവാഹത്തെ സ്വപ്നം കണ്ടവർ ഇന്ന് മണ്ണിന്റെ അടിയിലാ പ്രിയപ്പെട്ടവരെ. കയ്യും കാലും കരളും കണ്ണും മൂക്കും ചെവിയുമായി
ചാലിയാർ പുഴയിൽ ഒലിക്കപ്പെട്ട എത്ര ശരീരഭാഗങ്ങൾ ആളുകൾ കൊണ്ടുപോയി കബറടക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വർഷങ്ങൾ കൊണ്ട് നിറയേണ്ട ഖബർസ്ഥാനുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് നിറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അവരൊക്കെ പോയ വഴി തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ചുറ്റുഭാഗമുള്ളവരെ സ്നേഹത്തോടെ, ആദരവോടെ, സഹായത്തോടെ, സാന്ത്വനത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ഒരു അടയാളപ്പെടുത്തൽ നടത്തി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു വിശ്വാസി അങ്ങേയറ്റത്തെ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സാധ്യമാകണമെന്ന ഫിലിപ്പീൻസിൽ നിന്നുള്ള 11 വയസ്സുകാരിയായ റിയ ബുള്ളോസ് എന്ന ചെറിയ പൊന്നുമോള് 2019 അവിടുത്തെ ഇലോയിലോ നാഷണൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് വന്നു. ആ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന അത്ലറ്റുകളായ ഓട്ടക്കാരായ കുട്ടികൾ ഇട്ടിരിക്കുന്ന ഒരു സ്പോർട്സ് ഷൂ വാങ്ങണം. ഇല്ല, സാമ്പത്തികമായി ദുർബലതയിലാണ്. ആ കുട്ടി മെഡിക്കേറ്റഡ് ആയ ബാൻഡേജ് വാങ്ങിയിട്ട് ആ ബാൻഡേജ് കാലിൽ മുഴുവനും ചുറ്റി, വിരലുകളിൽ ചുറ്റി, എന്നിട്ട് ലോകോത്തര സ്പോർട്സ് കമ്പനിയായ നൈക്കിന്റെ ഒരു ചിത്രം നീലമഷി കൊണ്ട് അതിൽ വരഞ്ഞു വെച്ചു. അതിന്റെ പേര് എഴുതി വെച്ചു, നൈക്ക് എന്ന പേര് എഴുതി വെച്ചു. ആ കാലുമായി നാഷണൽ മീറ്റിൽ റിയ ബുള്ളോസ് എന്ന 11കാരി നിശ്ചയദാർഢ്യത്തോടു കൂടി ഓടി 400 മീറ്ററിലും 800ലും 1500 മീറ്ററിലും ഗോൾഡ് മെഡൽ നേടി. മനസ്സിനെ തകർക്കാൻ പാടില്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി എന്തിനേയും നമുക്ക് നേരിടാനും അത് ജയിക്കാനും കഴിയും. ആ നിശ്ചയദാർഢ്യത്തിന്റെ പരിണിത ഫലമാണ് ഈ പള്ളിയുടെ കുന്നിൻ മുകളിലുള്ള ഡിസബിലിറ്റി ബാധിച്ച, അവഗണനകൾ ഏറ്റുവാങ്ങിയ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി 8 വീടുകൾ അവർക്ക് സമ്മാനമായി കയറ്റിയിട്ടുണ്ട്. എല്ലാവിധ ആധുനികമായ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും ആ മക്കളെ ആരും അധിക്ഷേപിക്കില്ല, അകറ്റി നിർത്തുകയില്ല, അവരുടെ സന്തോഷം നശിപ്പിക്കുകയില്ല. ഇതുപോലെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മണലിലൂടെ നടക്കുമ്പോൾ കാലിന്റെ ശബ്ദം കേൾക്കില്ല, പക്ഷേ ആ കാലിന്റെ അടയാളം ആ മണലിൽ കാണാം. അതുപോലെ ഞാൻ നിങ്ങളും ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞാലും ഈ തണൽ എന്ന സംവിധാനത്തിൽ താമസക്കാരായ, ഭിന്നശേഷിക്കാരായ, പരിഗണിക്കാൻ ആരുമില്ലാത്ത, സ്നേഹം നൽകപ്പെട്ടിട്ടില്ലാത്ത, ചേർത്ത് നിർത്തിയിട്ടില്ലാത്ത ഒട്ടനവധി കുഞ്ഞു പൈതങ്ങൾ അവരുടെ ജീവിതം സമ്മാനിക്കപ്പെട്ടുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകാൻ കഴിയും. ആ രൂപത്തിൽ എല്ലാവിധ നന്മകളിലും വിശ്വാസികളായ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. പാവപ്പെട്ടവരെ, അവശരായവരെ, ദുരിതത്തിന്റെ കയത്തിൽ അകപ്പെട്ടുകൊണ്ട് വിഷമിക്കുന്നവരെ, കരയുന്നവരെ കണ്ണീര് തുടച്ച് നമ്മുടെ നെഞ്ചിലേക്ക്, ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്തു വെക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിലൊരു ആസ്വാദനമുണ്ട്, അതിലൊരു ആശ്വാസം നൽകലുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ തമ്മിൽ പരസ്പര മാനസികമായ ഐക്യത്തോടുകൂടി ജീവിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിക്കുന്നത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ, അല്ലാഹുവേ മുസ്ലിങ്ങളായ വിശ്വാസികളായ ഞങ്ങളുടെ മനസ്സുകളെ പരസ്പരം നീ കൂട്ടിയിണക്കണമേ. വാസ്ലിഹ് ദാത്ത ബൈനിനാ, അല്ലാഹുവേ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രയാസങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മസ്ലഹത്തിലാക്കി പരിഹരിച്ചുകൊണ്ട് നന്മയോടെ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി നീ ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കണേ റബ്ബേ. വഹ്ദിനാ സുബലസ്സലാം, അല്ലാഹുവേ സമാധാനത്തോടുകൂടിയുള്ള സന്മാർഗം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. വനജ്ജിനാ മിനദ്ദുലുമാതി ഇലന്നൂർ, അല്ലാഹുവേ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തേണമേ റബ്ബേ. വജന്നിബിനൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയിട്ടുള്ള തിന്മകളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റി നിർത്തേണമേ റബ്ബേ. വബാരിക് ലനാ ബി അസ്മാഇനാ വഅബ്സ്വാരിനാ വഖുലൂബിനാ വഅസ്വാജിനാ വദുർരിയാതിനാ, അല്ലാഹുവേ ഞങ്ങളുടെ കേൾവിയിലും
ഞങ്ങളുടെ കാഴ്ചയിലും ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ റബ്ബേ എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ രൂപത്തിൽ പരസ്പരം ഇണക്കത്തോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ എല്ലാവിധ നന്മകളിലും അടയാളപ്പെടുത്തുന്നവരായി ഈ ലോകത്ത് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ആ രൂപത്തിൽ അള്ളാഹുവിനെ ദിക്റ് ചൊല്ലിക്കൊണ്ട്, അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ട്, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ പരസ്പരം സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ ഞങ്ങളിൽ നിന്ന് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ നിർവഹിച്ച ചെറുതും വലുതുമായ സ്വതക്കാത്തുകൾ നീ മബ്റൂറും മഖബൂലുമായി സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ, നാടർകൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യ നദികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായ രീതിയിൽ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم الراحمين.